നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ വിട്ടു പോകുന്നത് അംഗീകരിക്കാൻ എത്ര ആലോചിച്ചിട്ടും പറ്റുന്നില്ല. നിധിക്ക് വേണ്ടി വിധിച്ച ചെക്കന്റെ കൂടെ ശിവാനി നിൽക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഏട്ടാ. വിവാഹ നിശ്ചയത്തിന്റെ അന്ന് എന്റെ മോൾ അനുഭവിച്ച സങ്കടം ഞാൻ കണ്ടതാ. അമ്മ, എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കാണുന്നില്ല. അതെവിടെ പോവാനാ? നീ ഒന്നുകൂടെ നോക്കിയേ. ഞാൻ ഇവിടെ എല്ലാം നോക്കി അമ്മ. എന്റെ ആധാർ കാർഡ് അടക്കമുള്ള രേഖകളുള്ള ഫയലാ കാണാതായത്. ട്രെയിനിങ്ങിന് ചെല്ലുമ്പോ എല്ലാം ബാംഗ്ലൂരിൽ കൊണ്ടുപോയി കാണിക്കേണ്ടതാ. ഇന്റർവ്യൂ കഴിഞ്ഞു വന്നതാ ഇവിടെ സൂക്ഷിച്ചു വെച്ചതാ. മോളെ, ഇനി ഇന്റർവ്യൂവിന് പോയി ഓഫീസിലെങ്ങാനും വെച്ചോ? ഇല്ലമ്മേ, ഇന്നലെ വരെ അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാ. എന്താ ഇവിടെ ഒരു ബഹളം? നിധിയുടെ സർട്ടിഫിക്കറ്റ് അടങ്ങുന്ന ഒരു ഫയൽ കാണുന്നില്ല. ഓ, അതാണ് അന്വേഷിക്കുന്നേ. ആരും ടെൻഷൻ അടിക്കണ്ട, ഞാനതെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പേടിക്കണ്ട നിധി, നിന്റെ സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും ഒക്കെ അതീവ സുരക്ഷിതമായി എന്റെ പക്കലുണ്ട്. അമ്മ എന്തിനാ അതൊക്കെ എടുത്തു വെച്ചത്? അതെനിക്ക് തിരിച്ചു വേണം. നീ നിന്റെ അമ്മയും കുട്ടി ഇവിടുന്ന് പോയാലേ എനിക്ക് തരാനുള്ള 48 ലക്ഷം രൂപ ആര് തരും? അത് തരാതെ ഈ വീട് വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളുടെ ജീവിതം ഏട്ടത്തി തട്ടിപ്പറിച്ചു. അതും പോരാഞ്ഞ് കിട്ടിയ ജോലി കൂടി ഇല്ലാതാക്കാനാണോ ഏട്ടത്തിയുടെ ശ്രമം? ഇവള് ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷം ഇവള് ഏട്ടത്തിയുടെ കടം മുഴുവൻ വീട്ടും. ജോലിക്ക് പോയി കടം വിട്ടാനേ ഇവളെന്താ വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? അതാണെങ്കി 2 പടം ഹിറ്റായ കടം വിട്ടാനുള്ള കാശ് കിട്ടും. എന്റെ അമ്മയുടെ കടം വിട്ടാൻ ഇവളുടെ ജോലിയൊന്നും പോരാ ആന്റി. എന്റെ 48 ലക്ഷം രൂപയ്ക്ക് ഇതുവരെ ഈടൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പൊ ഇവളുടെ സർട്ടിഫിക്കറ്റ് ഈട് വെച്ച് കടം വാങ്ങിയതായിട്ട് നിങ്ങൾ അങ്ങ് കരുതിക്കോ. 48 ലക്ഷം രൂപ എന്ന് തിരിച്ചു തരുന്നോ അന്ന് സർട്ടിഫിക്കറ്റ് ഞാൻ തിരിച്ചു തരും. രേണു, നീയും നിന്റെ മോളും കൂടി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കൈയും കണക്കുമില്ല. അതിന്റെ കൂടെ ഈ പാപം കൂടി വേണ്ട. നിധിമോളുടെ രേഖകൾ തിരിച്ചു കൊടുക്ക്. തിരിച്ചു കൊടുത്താലേ ആ നിമിഷം ഇതുങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടും. അത് നടക്കില്ല. ഇവിടുത്തെ ജോലി ചെയ്യാൻ ഇവരിവിടെ വേണം. ഇവരിവിടുന്ന് പോകരുതെന്നാണല്ലോ അച്ഛന്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ കാര്യത്തിലെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്ക്. നിധി കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകളാ. നിങ്ങൾ ഒരിക്കൽ പോലും അവളെ അംഗീകരിച്ചിട്ടില്ല. എങ്കിലും ഈ കാര്യത്തിൽ ഇവളെ ചതിക്കരുത് എടുത്തി. ചതിക്കുന്നത് നിങ്ങളാ. ശിവാനിയുടെ കല്യാണം അടുത്ത് വരുന്ന ഈ അവസരത്തിൽ തന്നെ നിങ്ങൾ ഈ വീട് വിട്ട് പോകുന്നത് നിങ്ങൾക്ക് ചോറ് തന്ന ഈ കുടുംബത്തെ ചതിക്കുന്നതിന് തുല്യ. അതെ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഗൗതം സാറിനെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ ക്രൂരമായി വഞ്ചിക്കുന്ന കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കില്ല. ഇതൊരു ഫ്രോഡ് കല്യാണമാ. ഇത് നടന്നാൽ ശിവാനി, നീ ജീവിതകാലം മുഴുവൻ ഫ്രോഡ് ഭാര്യയായി ജീവിക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഞാനത് സഹിച്ചു. ദേ, കൂടുതലൊന്നും സംസാരിക്കണ്ട. കല്യാണം കഴിയുന്നത് വരെ 2 ഇവിടെ വേണം. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. ആ, ഗൗതമോന്റെ അമ്മയാണല്ലോ. ദേ, എന്റെ സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു തന്നില്ലെങ്കിൽ ഗൗതം സാറിനോടും വീട്ടുകാരോടും ഞാൻ നടന്നതെല്ലാം പറയും. ഇപ്പൊ തന്നെ പറയും. ഞാൻ ഗൗതം സാറിനെ വിളിക്കും. നീ ഫോൺ കയ്യിലെടുക്കുന്ന നിമിഷം നിന്റെ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും ഞാൻ കത്തിച്ചു കളയും. അധികം ചാടാതെ അടങ്ങി നിന്നോണം. ഞാൻ പാർവതിയോടൊന്ന് സംസാരിക്കട്ടെ. ഹലോ പാർവതി. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഇല്ല. ഓക്കെ, ഇനി വേണം തുടങ്ങാൻ. അവിടെ എന്തായി? ഇവിടെയൊന്നും തുടങ്ങിയിട്ടില്ല. ഒരു പൂജ കൂടി നടത്തിയിട്ട് തുടങ്ങിയാൽ മതിയെന്ന ജോത്സ്യര് പറഞ്ഞത്. ഓ, വലിയ പണക്കാരുടെ വീടാകുമ്പോ ഇത്തരം പൂജകളൊക്കെ പതിവായിരിക്കും അല്ലേ? ഏയ്, ഗൗതമിന്റെ ആയുസ്സിനു വേണ്ടി പലവിധ പൂജകൾ നടത്താറുണ്ട്.
അത്രയുള്ളൂ. ഇനി അതിനു വേണ്ടി പൂജ നടത്തി കാശൊന്നും കളയണ്ട. ദീർഘസുമംഗലി യോഗമുള്ള എന്റെ തങ്കക്കൂടെ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഗൗതമോനെ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും, ഷുവറാ. നിങ്ങളുടെ നാവ് പൊന്നാകട്ടെ. ആ പിന്നെ നാളത്തെ പൂജയ്ക്ക് നിങ്ങളും വരണം. ആ പിന്നെന്താ, ഞങ്ങള് വന്നേക്കാം. നിധിയെ കൊണ്ടുവരാൻ പറ. മിണ്ടാതിരിക്കട്ടെ. സത്യം പറഞ്ഞ നാളത്തെ പൂജയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് പ്രാധാന്യം. ആണോ? എങ്കിൽ ഐശ്വര്യം കൂടും. കല്യാണത്തിന് മുൻപ് നടക്കേണ്ട ഒരു പരിഹാരക്രിയ. പൂജയ്ക്കുള്ള ഒരു വിളക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാ കൊണ്ടുവരേണ്ടത്. ഒപ്പം ഗൗതം ധരിക്കുന്ന വസ്ത്രവും അവിടുന്ന് കൊണ്ടുവരണം. അതെന്ത് പൂജയാ പാർവതി? ജോത്സ്യം പറഞ്ഞതാ രേണുകെ. ആ വീട്ടിലെ കന്യകയാണ് വിളക്ക് കൊണ്ടുവരേണ്ടതെന്ന്. ശിവാനിയുടെ അച്ഛൻ ഗൗതമിന് ഡ്രസ്സും കൊടുക്കണം. എങ്കി ഞാനും അശോകേട്ടനും വിളക്കുമായി ശിവാനിയും കുട്ടി രാവിലെ തന്നെ വന്നേക്കാം. വിവാഹത്തിന് മുൻപ് ശിവാനി ഇവിടെ വരുന്നത് ശരിയല്ല. മറ്റേതെങ്കിലും കന്യക ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത്. നിധിയോട് പറ. അതൊക്കെ അബദ്ധാ. ഇന്നത്തെ കാലത്ത് പെമ്പിള്ളരെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? കന്യക തന്നെ ആണോന്ന് എന്താ ഇത്ര ഉറപ്പ്? എന്റെ ശിവാനി മോളാണെങ്കി ആ കാര്യത്തിലെ ഗ്യാരണ്ടിയാ. ആമ്പിള്ളേരുടെ മുഖത്ത് പോലും നോക്കാത്ത 916 കന്യകയാ അവള്. ഇതിൽ ഇത്ര ആലോചിക്കാൻ ഒന്നുമില്ല രേണുകെ. നിങ്ങൾ നിധിയും കൂട്ടി വന്നാ മതി. നിധിയാ? അയ്യോ, അവളൊരു എരണം കെട്ട കന്യകയാ പാർവതി. ഞാനേ എന്റെ ബന്ധത്തിലുള്ള വേറെ ഏതെങ്കിലും കന്യകയെ തപ്പിയെടുത്തോളാം. അതൊന്നും വേണ്ട. നിധി തന്നെ വരുന്നതാ ഞങ്ങൾക്ക് സന്തോഷം. നിധിയുടെ അമ്മയെ കൂടി എനിക്ക് ക്ഷണിക്കണം. ഫോണൊന്നു കൊടുക്കാവോ? ആ, നിധിയോ അവളുടെ അമ്മയൊന്നും ഇവിടെ ഇല്ല. ഏതാണ്ട് സർക്കിട്ടിന് പോയേക്കുവാ. ആ, അവര് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ശരി, എങ്കിൽ നാളെ നേരിട്ട് കാണാം. ഓ, ആയിക്കോട്ടെ. വിളക്കുമായി നിധി വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് കൊണ്ടുവരുമോ ഇല്ലയോന്ന് എനിക്കറിയില്ല. അല്ല ഗൗതം, എനിക്കൊരു സംശയം. നീ നിധിയാണോ ശിവാനിയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? അത് ഇപ്പൊ എന്താ ഗോപിയേട്ടന് അങ്ങനെ ഒരു സംശയം? അല്ല, ശിവാനിയെക്കുറിച്ച് ഇവൻ നമ്മളോടൊന്നും പറയുന്നില്ല. പക്ഷേ നിധിയുടെ കാര്യത്തിൽ വലിയ ഉത്സാഹം കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ഗോപിയേട്ടൻ കൂടുതൽ ആലോചിച്ച് തലപുണ്ണാക്കണ്ട. ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാ നിധി. ശിവാനി ഇവന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഭാഗ്യജാതകവുമായി വന്ന ദേവതയാ. മനസ്സിലായോ? ഓ, ആയി. എങ്കി പോയി പൂജയ്ക്ക് തിരുമേനി ഏർപ്പാടാക്ക്. അതൊക്കെ ജോത്സ്യം തന്നെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് വിളിക്കണം ഗോപിയേട്ടാ. ജോത്സ്യര് ദുബായിലല്ലേ, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഓ, ശരി ശരി. ആ എടാ, നിധിയുടെ കാര്യത്തിലെ ഉത്സാഹം ഒന്ന് കുറയ്ക്കണം. അച്ഛൻ വരെ വേറെ ആംഗിളിൽ അതെടുത്തത്. മനസ്സിലായി പാറു. പക്ഷെ എനിക്കെന്റെ സംശയങ്ങൾ തീർക്കണ്ടേ? അതിന് നിധി ഇവിടെ വന്നേ മതിയാവൂ.